എനിക്കന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള പരിവം ഇല്ലായിരുന്നു, അറിയാവോ? എന്താ പറ്റി? എനിക്ക് സ്കൂളിൽ പോകാനായിട്ടൊരു നിക്കർ പോലും ഇടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാളവണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പൊ കാളവണ്ടി ഓടിക്കുമ്പോ നിക്കർ വേണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ കാളവണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, ജംഗ്ഷനിൽ വരുമ്പോ ആൾക്കൂട്ടമായിരുന്നു. അമ്മാതിരി കാഴ്ചയല്ലയോ കൊണ്ടുവരുന്നത്? അതല്ല ഞാൻ സാധനം കൊണ്ട് വരുവാണല്ലോ. അതല്ലയോ ഞാൻ ഈ പറഞ്ഞത്. ഹലോ, പച്ചക്കറി സാധനങ്ങളും കൊണ്ട് വരുവായിരുന്നു. പച്ചക്കറിയും പലചരക്കും തന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ ലാഭം കൊണ്ട് ഞാൻ ആദ്യം ഒരു തട്ടുകട തുടങ്ങി. നീ ആയിരുന്നു എന്ത് ചെയ്തേനെ? ഞാനായിരുന്നേ ആദ്യം ഒരു നിക്കർ മേടിച്ചിട്ടേനെ. അഹങ്കാര വർത്താനം പറയുന്നു. മാമനിട്ടല്ലേ ഇടുന്നില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ, കാണിച്ചു തരാം. വേണ്ട മാമ, നാട്ടുകാരെ മൊത്തം കാണിച്ചല്ലോ. ഞാൻ അവരോട് അഭിപ്രായം ചോദിച്ചോളാം. നിന്നോട് ഇതൊക്കെ കാര്യങ്ങൾ പറയാൻ വന്ന എന്നെ വേണം അടിക്കാൻ. സത്യം, ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എന്നെ അടിക്കണമെന്നോ? അല്ല, പിന്നെ മാമൻ എന്നെ അടിക്കാൻ വരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. നിന്നെ അടിക്കുമല്ല, നിന്നെ അടിച്ച് നിന്നെ ശരിയാക്കുമെന്ന്. മാമ ഒരു മിനിറ്റ്, അടിച്ച് ഞാൻ ശരിയാക്കും. ഹായ് ഗൈസ്, എന്റെ പ്രിയപ്പെട്ട മാമൻ. നിന്നെ അടിച്ചാൻ ശരിയാക്കും. എടാ, വീട്ടിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഉടനെ നീ എന്തിനാടാ ഈ വീഡിയോ എടുത്ത് ഉണ്ടാക്കിയിടുന്നത്? മാമ, അതുകൊണ്ടൊരു രഹസ്യം പറഞ്ഞു തരഞ്ഞു വന്നേ. എന്തുവാ? അതുകൊണ്ടേ എനിക്കിപ്പോ 4K ഉണ്ട്, അറിയാവോ? കള്ളത്തരം എന്നോട് പറയരുത്. എന്താ? എന്നെ ചെറുപ്പത്തിലെ കുളിപ്പിക്കുന്നു എടുത്തോണ്ട് നടക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് 4K ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാകത്തുമില്ല. മാമ, ഞാൻ പറയുന്നത് എന്തുവാ? എനിക്ക് മോട്ടറൈസേഷൻ ആയി. ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി കഴുകിട്ട് വേറെ ഉടുപ്പ് നിക്കറൊക്കെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്.